നമസ്കാരം. വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പലരുടെയും കുടുംബത്തിൽ ശാന്തിയില്ലായ്മ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, വഴക്ക്, അച്ഛനും അമ്മയും തമ്മിൽ, മക്കളും തമ്മിലൊക്കെ തന്നെ വഴക്കും പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ പണ്ടത്തെ ഒരു സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ തർക്കുത്തരം പറയുക, തറുതല പറയുക എന്നൊക്കെ നമ്മൾ പറയില്ല. കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം നമ്മൾ വളർന്നു വന്ന ഒരു ലോകത്തിലല്ല, അതിൻ്റെതായ മാറ്റങ്ങളുണ്ട്. അപ്പോൾ വീട്ടിലെ ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു തർക്കം, ഈ ഒരു വഴക്ക്, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ നമ്മുടെ വീട്ടിൽ മൂദേവിക്ക് വസിക്കുവാൻ വളരെയധികം ഒരു നല്ലൊരു വാസസ്ഥലം നമ്മൾ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മൂദേവി ഇരിക്കുന്നിടത്ത് ഒരിക്കലും ശ്രീദേവി അല്ലെങ്കിൽ ലക്ഷ്മി ദേവി കയറില്ല. ഇങ്ങനെ കലഹങ്ങളുള്ള വീടുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരിക്കലും ശാന്തിയില്ല, അവർക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, അവരൊന്നും അവരുടെ ജീവിതത്തിൽ എങ്ങും എത്താതെ പോകുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് മാറ്റിയെടുക്കുക. അതായത് നമ്മളുടെ ഈ വീട്ടിലെ കലഹം തന്നെ നമ്മൾ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വരെ മാറും. അതാണ് സത്യം. അത് പലർക്കും അറിയില്ല. അപ്പോൾ ഇങ്ങനെ കലഹങ്ങളുള്ളവർക്ക് ചെയ്യുവാനുള്ള ഒരു ട്രിക്കാണിന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിന് വേണ്ടുന്നത് കറുകപ്പട്ടയുടെ ഇല. നമ്മൾ ഈ ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടി വാങ്ങിക്കില്ല, അതേപോലുള്ള കറുകപ്പട്ടയുടെ ഇല, ഉണങ്ങിയ ഇല എടുക്കുക. അതിനകത്ത് പച്ച മഷി കൊണ്ട് നിങ്ങൾ എഴുതുക. ഇപ്പം നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിലാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭർത്താവിൻ്റെ പേര് എഴുതിയിട്ട് ഇന്ന വ്യക്തി എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ ദാമ്പത്യ ബന്ധം വളരെയധികം സന്തോഷകരവും സമാധാനവും നിറഞ്ഞതാണ് എന്നെഴുതുക. ഇതെല്ലാം കുട്ടികളുമായിട്ടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ കുട്ടിയുടെ പേര് എഴുതിയിട്ട് എഴുതുക. എൻ്റെ മകൻ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ നല്ല സ്വഭാവത്തോടു കൂടിയും നല്ല ശാന്തതയോടു കൂടിയും വളരെ നല്ല ബുദ്ധിയോടു കൂടിയും വളരുന്ന ഒരു കുട്ടിയാണ്. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആ കുട്ടിയിൽ വേണ്ടുന്നത് അത് എഴുതുക. ഇത് എഴുതിയതിന് ശേഷം ഇത് എഴുതാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് പൂർണ്ണചന്ദ്രനുള്ള ദിവസമാണ്. രാത്രിയിൽ ഒരു 10-നും 12-നും ഇടയ്ക്ക് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആ ഒരു സമയത്താണ് പൂർണ്ണചന്ദ്രൻ്റെ എനർജി ഒരുപാട് നിൽക്കുന്നത്.